എപ്പോൾ വരും? മെയ് 23. അതെനിക്കറിയാം. വണ്ടി എപ്പോൾ വരും? എന്തായി പോണ്ടേ? എന്തിനാ വിളിപ്പിച്ചതെന്ന് പറഞ്ഞില്ല. അതല്ലൊരു സർപ്രൈസ് അല്ലേ, എന്നാ പോവാ. ഇവരെനിക്ക് റോട്ടിന്ന് വീണിട്ടി. പ്രൊമോഷനാണെന്നൊന്നും അറിയില്ലല്ലോ. ഇല്ലല്ലോ, ഒന്നും അറിയില്ല. ചുമ്മാ ഇങ്ങ് കീട്ടിക്കൊണ്ടുവന്നതാ. നമ്മുടെ ആർട്ടിസ്റ്റാണ്, നമ്മുടെ മോഡൽ, ഫാഷൻ മോഡൽ. എൻ്റെ അത് കാണാനുണ്ടല്ലോ. പിന്നെ അടിപൊളിയില്ല. എന്നെ വരുന്ന ഇവരെല്ലാരും സെക്കൻഡ് പോസ്റ്റർ ഹീറോസ്. ഇവരൊക്കെ വേറെ ആരുപേരോട് ഉണ്ടായിരുന്നു, ഒരു അന്വേഷിച്ചിട്ട് കിട്ടിയില്ല. വേറെ പടത്തിന് പോയി. ഭയങ്കര തിരക്ക്. നിങ്ങൾ പുതിയ പടത്തിൽ ജോയിൻ ചെയ്തോ? ഇതിന് ശേഷം ഇതിന് ശേഷം ഇപ്പോൾ പുതിയൊരു പടം തുടങ്ങിയിട്ടുണ്ടായാലും അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല റോളൊക്കെയാണ് കിട്ടണം. ഇപ്പോൾ കുഴപ്പമില്ലാതെ ചെറുതെങ്കിലും. പടത്തിൽ എങ്ങനെയുണ്ട് നമ്മുടെ പടത്തിലെ റോള്? അടിപൊളി. ഇക്കൂട്ടത്തിൽ ആർക്ക് ഏറ്റവും കൂടുതൽ അടി കിട്ടിയോ മുഖ്യൻ്റെ അടുത്ത്? ഇവരെ ഒന്നും നമ്മൾ തൊട്ടിട്ടില്ല. ശരിക്കും അത് വേറെ ആൾക്കാർ നമ്മൾ ഇറക്കി. ഇതൊക്കെ നമ്മുടെ ആൾക്കാരല്ലേ. ഇതൊക്കെ ഇടിച്ചെനിക്ക് നോട്ടിക്കൂടെ ഇറക്കണ്ടേ? നിങ്ങൾ വീട്ടിൽ പോയി പറഞ്ഞാ ചെയ്ത് പോസ്റ്ററിൽ വന്നില്ലേ? പോസ്റ്ററോട് ഹീറോസ് അല്ലേ, വഴി കൂടെ നടക്കാൻ പറ്റാതെ ആയി. അല്ല, പക്ഷെ അത് ഇതുവരെ നാണം മാറിയിട്ട് നോക്കി പെണ്ണ് കിട്ടാൻ വന്നേക്കണവര്. കല്യാണം കഴിച്ചു. എനിക്ക് ചാൻസ് ഇല്ല. വേറെ പ്രൊമോഷൻ കൊണ്ടുവന്നോ? ഞാൻ വഴിക്കുന്ന കിട്ടിയപ്പോ കൊണ്ടുവന്നതാ ഇങ്ങോട്ട് റോട്ടില്. പടത്തിന് പ്രൊമോഷൻ പോയിട്ടുണ്ടോ? പോയിട്ടില്ല സാർ, പ്രൊമോഷൻ പോയിട്ടില്ല. ഇല്ല. എത്ര പടമായി? കുറച്ച് പടങ്ങളായി, ഇതുവരെയായിട്ട് പ്രൊമോഷൻ പോയിട്ടില്ല സാർ. ഇനി പ്രൊമോട്ടഡ് ആയിക്കോളൂ ഇഷ്ടം പോലെ അല്ലേ? സാറേ 2 വർഷമായി. എങ്ങനെയുണ്ട്? എന്ത് റോളാന്ന് ചോദിച്ചാൽ പോസ്റ്ററിൽ കൂടെ ഫേമസ് ആയ ആൾക്കാരാ. പക്ഷെ ഇവര് ഇടികൊണ്ടൊന്നുമില്ല. ഇവരെ നമ്മുടെ ജയിൽ സഹപ്രവർത്തകരാ, കൂട്ടുപുള്ളികൾ. ഇപ്പൊ ഫേമസ് ആയിപ്പോ. ഇനിയിപ്പോ അടുത്ത പടത്തിൽ എന്തൊക്കെയാവും? ഇനിയിപ്പോ അടുത്ത പടത്തിന് ഇവർക്ക് തിരക്കായിരിക്കും അല്ലേ? പിന്നെ സ്ഥിരം നമ്മുടെ ഒരാളാ. അപ്പൊ ശരി, ആദ്യമായിട്ട് പ്രൊമോഷൻ വന്നല്ലേ, വേറെ ഒന്നും കൊണ്ടല്ല. നമ്മളെല്ലാരെയും നോക്കണ്ടേ. ഇടി കൊള്ളുന്നവനും ഇടിക്കുന്നവനും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. ടർബോയുടെ തിരക്കഥാകൃത്ത് മിഥുൽ മാനുവൽ തോമസ് ഉണ്ട്, നമ്മുടെ ആക്ട്രസ് അഞ്ജന ഉണ്ട്, പിന്നെ മമ്മൂക്ക ഉണ്ട്. മമ്മൂക്കൻ്റെ അടുത്ത് തന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഒരു ചെറിയൊരു പരീക്ഷ. അതായത് ബ്രഹ്മയോഗത്തിൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ ടൈമിന് ഒരാളോട് മമ്മൂക്ക അങ്ങോട്ട് ചോദിച്ചു ഏത് പടമാണ് ഇനി അടുത്തത് വരാൻ പോകുന്നതെന്ന് ചോദിച്ചപ്പം അടിയോടടി എന്ന് പറഞ്ഞു. അടുത്ത പടം ഏത് ടൈപ്പാന്ന് ചോദിച്ചു, ഏതാ വേണ്ടെന്ന് ചോദിച്ചു. അടിയോടടി എന്നാണ് അയാൾ പറഞ്ഞത്. അടിയോടടി. അപ്പൊ ടർബോ ഇടിയോടിയാണോ? ഇത് എങ്ങനെയാ ഈ ടർബോയിലേക്ക് എത്താനുള്ള കാരണം? ഈ സിനിമയിൽ നമ്മുടെ കഥയിൽ 2 ആൾക്കാരുടെ എക്സ്പീരിയൻസ് ഉണ്ട് സത്യത്തിലുള്ളത്. ഒന്ന് റിയൽ സ്കാമിൻ്റെ കഥയുണ്ട്. അത് നടന്നതാണ്, ഇപ്പോഴും നടന്നേക്കാവുന്നതാണ്, നടന്നുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ നമ്മൾ അറിയുന്നില്ല എന്നുള്ളത് പലതും. അല്ലാതെ ഈ ശരിക്കും ഈ സിനിമയുടെ കഥയുടെ ആധാരം, കഥയുടെ സ്റ്റാർട്ട് ജോസിന് പറ്റുന്ന ഒരു ചെറിയ കയ്യബദ്ധം. ജോസ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന ഒരു മാസ് ഹീറോ അല്ല. ജോസ് നിഷ്കളങ്കന, ഇന്നസെന്റ് പോലും അല്ല, നിഷ്കളങ്കന അല്ലേ? നിഷ്കളങ്കന ജോസ്. ജോസ് എന്ത് കണ്ടാലും ചാടി, എല്ലാം വിശ്വസിക്കും, എല്ലാത്തിനും ചാടി ഇറങ്ങുന്ന ഒരാളാണ്. അങ്ങനത്തെ ഒരു ഭാഗത്താണ്. പക്ഷേ ആ ജോസിൻ്റെ പറ്റുന്ന ഒരു ചെറിയ അബദ്ധമുണ്ട് ഈ സിനിമയിൽ. അത് ശരിക്കും നമ്മുടെ ഈ സിനിമയിൽ തന്നെ പ്രവർത്തിക്കുന്ന ഈ പുള്ളിയുടെ സുഹൃത്തിന് പറ്റിയ ഒരു റിയൽ ലൈഫ് സ്റ്റോറിയാണ്. റിയൽ ലൈഫ് പറ്റിയ 1-2 ഇൻസിഡന്റ് കണക്ട് ചെയ്തതാണ്. കഥയുണ്ട്. പക്ഷെ സ്റ്റണ്ടും ഫൈറ്റും ഒക്കെ ജീവിതത്തിൽ അത്രത്തോളം നടന്നിട്ടില്ല. പക്ഷെ എന്നാലും അത്യാവശ്യത്തിനുണ്ട്. ചിലതൊക്കെ നമ്മൾ സിനിമയ്ക്ക് വേണ്ടി കുറച്ച് മരുന്ന് ചേർക്കുമല്ലോ. ഇത് ടർബോ എന്ന് പേരിടാൻ കാരണം എന്താ? വണ്ടിയായിട്ട് എന്താണ് ബന്ധം? ജോസിന് പറഞ്ഞ എടുത്തു ചേട്ടൻ തന്നെ. ജോസിന് എന്തിനു പറഞ്ഞ അപ്പൊ ജോസിന്റെ ടർബോ ഓണാട്ടോ. ഒരു മിരിമിരിപ്പുള്ള ഒരാളെന്ന് പറയില്ല, മിരിമിരിത്തോണ്ട് നടക്കുന്ന ഒരു അറേഞ്ചുകാരൻ്റെ ഒരു സ്വഭാവം. പുള്ളി ഒരു നാടൻ ചട്ടമ്പി പോലും അല്ല, ഒരു തെമ്മാടിയും അല്ല, ഒരു വഴക്കാളിയും അല്ല. പക്ഷെ എന്നാലും ഇതിൻ്റെയൊക്കെ ഒരു ചെറിയ എലമെന്റ് ജോസിനുണ്ട്. വഴക്കാളിയല്ല, അടിപിടിക്കാരനല്ല, തല്ലുപിടുത്തമില്ല, ഗുണ്ടയല്ല, റൗഡിയല്ല, അങ്ങനെ ഒന്നും ഇല്ല. ജോസ് ഒരു ഡ്രൈവറാണ്.
ഈ പള്ളിപ്പറമ്പിലും അങ്ങാടിയിലൊക്കെ ഉള്ള അടിയേ ഉള്ളൂ. അങ്ങനെ ജോസ് നേരിടേണ്ടി വരുന്നത് വൻ അടിയാണ്. അവിടെയാണ് ജോസ് പതറിപ്പോകുന്നത്. ജോസിന്റെ പണി പോകും. അതെ. അഞ്ജന എങ്ങനെയാ ടർബിലോ എത്തുന്നത്? വൈശാഖ് സാർ എന്നെ വിളിച്ചത്. വൈശാഖ് സാറും വിളിച്ചു. അതിന് മുമ്പ് സുനിൽ ചേട്ടൻ എന്ന് പറഞ്ഞ സുനിൽ സിംഗ് മമ്മൂട്ടി കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത്. സുനിൽ ചേട്ടൻ അറിയാം. അതെ, വിളിച്ചു. വൈശാഖ് സാറാണ് ഡയറക്റ്റ് ചെയ്യുന്നത്, ഇതിൻ മാനുവൽ തോമസ് ആണ് എഴുതുന്നത്, മമ്മൂക്കയാണ് അഭിനയിക്കുന്നത്. പിന്നെ നമ്മൾ അപ്പം തന്നെ അല്ലല്ല അന്ന് ഓക്കെ എന്താ സംഭവം എന്താന്ന് പറഞ്ഞ് പിന്നെ വൈശാഖ് സാർ അതിനെപ്പറ്റി സംസാരിച്ച് അങ്ങനെ പിന്നെ ഓഫ്കോഴ്സ് പിന്നെ നമ്മൾ നോ എന്ന് പറഞ്ഞില്ല. ഏതായാലും ഏറെ കാലത്തിന് ശേഷം ഒരു മരണ മാസ് പടം തന്നെയായിരിക്കുമല്ലോ അല്ലേ ടർബോ? മാസ് പടമല്ലേ ഇത്. ഇങ്ങനെ ഒരു മാസ് ക്ലാസ് ഫാമിലി അങ്ങനെയൊന്നുമില്ല. ഈ സിനിമ ഒരു തരംതിരിവില്ലാതെ ആൾക്കാർക്ക് കാണാൻ പറ്റും. യൂണിവേഴ്സലാണ്. അങ്ങനെ വേണമെങ്കിൽ ഒരു പുതിയ ജോണർ ഉണ്ടാക്കാൻ. അഞ്ജന പറയായിരുന്നത് 4 മാസത്തോളം എടുത്തു അല്ലേ? എവിടെയായിരുന്നു ഇതിന്റെ ഷൂട്ടിംഗ് എല്ലാം ഉണ്ടായിരുന്നത്? ഷൂട്ടിംഗ് എറണാകുളം, കോയമ്പത്തൂർ, മദ്രാസ്, ഹൈ റേഞ്ച്. കഥയുടെ ഒരു സിംഹഭാഗം തമിഴ്നാട്ടിലാണ്. ഒരുപാട് തമിഴ് കഥാപാത്രങ്ങളുണ്ട്. തമിഴ് കഥാപാത്രങ്ങളായിട്ട് വളരെ പ്രസിദ്ധരായ നടന്മാർ തന്നെ അഭിനയിച്ചിരിക്കുന്നത്. രാജ്ബി ഷെട്ടിയും കന്നഡയാണ്, സുനിൽ തെലുങ്കാണ്. പക്ഷെ തമിഴ്നാട്ടിൽ അവരൊക്കെ തമിഴന്മാരായിട്ട് അഭിനയിക്കുന്നത്. പക്ഷെ അത് എല്ലാ സ്റ്റേറ്റിലും റെപ്രസെന്റേഷൻ വേണ്ടിയിട്ടില്ല. ഇവരൊക്കെ എല്ലാ ഭാഷയിലും അഭിനയിക്കുന്നവരാണ്. സുനിൽ എന്ന് പറയുന്നത് മറ്റേ കാവാല സോങ്ങിലാണ്. അത് തെലുങ്കിൽ വലിയ കോമഡിയാണ്. അയാൾ ഹീറോ ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്. മിഥുൻ്റെ അടുത്ത് തന്നെ ചോദിക്കാം. വയനാടല്ലേ? കണ്ണൂരാണ്. ഞാൻ കണ്ണൂരാ. വയനാട്ടിൽ നിന്ന് കണ്ണൂർക്ക് എത്ര ദൂരമുണ്ട്? ഒരു 2.5 മണിക്കൂർ. അല്ല, ചുരം എവിടെ നിന്ന് ഇറങ്ങണേ? വയനാട് മാനന്തവാടി ഇറങ്ങും. ഈ പ്രസംഗത്തിൽ ഭയങ്കര പുലിയായിരുന്നു അത്ര. ഞാൻ സംസാരിക്കുന്നു സിംഹമായിരുന്നു. അതെ. അപ്പം അവിടെ നിന്ന് എങ്ങനെ സ്ക്രിപ്റ്റ് റൈറ്റിംഗിലോട്ട് എത്തുന്നത്? സിനിമ ആദ്യമേ ഇഷ്ടമായിരുന്നു, പക്ഷെ കയ്യിലുള്ള കലാരൂപം പ്രസംഗമായിരുന്നു. പക്ഷേ സിനിമയിൽ പ്രസംഗങ്ങൾ കുറവാണ്. സിനിമയിൽ അപ്പോൾ അത് ഡയലോഗ് എഴുതാൻ അങ്ങനെ കുറവാണ്. അങ്ങനെ പ്രസംഗ ഡയലോഗ് അങ്ങനെ കണ്ടിട്ടില്ല. ആ ഒരു ആൾക്ക് എഴുതാൻ പറ്റുന്ന സിനിമകളൊക്കെ ഇവരൊരു കാലത്ത് ചെയ്തു. ഇദ്ദേഹവും രഞ്ജി പണിക്കരൊക്കെ ചേർന്ന് നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന സിനിമകൾ ഇവരൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തൊക്കെയാണ് നമ്മുടെ രഞ്ജി പണിക്കർ സാറിൻ്റെ ഒരു ഭയങ്കര ഫാനായിരുന്നു. ഒരു സിനിമയ്ക്കും കഥ എഴുതുന്നതിന് മുമ്പ് എൻ്റെ അടുത്ത് കഥ പറയാൻ വന്നു. അന്ന് അത് ഭയങ്കര രസിക്കുന്ന ഇൻസിഡന്റ്. അല്ലല്ല, ഞാൻ കോവലന്റെ ലൊക്കേഷനിൽ അന്ന് എന്നോട് ചോദിച്ചു, സാറ് മറന്നു പോയിട്ടുണ്ടാവും. ഒരാൾ പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ അദ്ദേഹം പരിചയപ്പെടുത്തുന്നു. ഇദ്ദേഹത്തിന് വളരെ അറിയാവുന്ന ഒരുപാട് വർക്ക് ചെയ്തിട്ടുള്ള സഹപ്രവർത്തകനാണ്. അദ്ദേഹം പരിചയപ്പെടുത്തുന്നു, ഇത് മിഥുൻ വയനാട്ടിൽ നിന്ന് എഴുത്തുകാരനാണ്. എന്നെങ്ങനെ നോക്കി, താൻ എഴുത്തുകാരനാണ് തന്നോട് ആരും പറഞ്ഞു. അപ്പം ഞാൻ ശരിയാണല്ലോ, എന്നോടാരും പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ നോവലോ പുസ്തകങ്ങളോ പോലെ ഇറക്കിണ്ട്. ഞാൻ പറഞ്ഞു നോക്കി. അങ്ങനെ ഒരു കൗണ്ടർ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. താൻ എഴുത്തുകാരൻ തന്നോട് ആരും പറഞ്ഞു. എത്ര കൂളായിട്ടിരുന്നാലും നിങ്ങൾ കാണുമ്പോൾ ഒരു ചെറിയൊരു കാൽവര അവിടെ നിന്ന് ഇവിടെ ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. എന്തിനാ, ഞാനൊരു സാധുവല്ലേ? നിങ്ങളൊരു സാധു എനിക്കറിയാം. സാധു. എന്റെ പേര് തന്നെ KK സാധു എന്നാണ്. അങ്ങനെയാണ് പുള്ളിയുടെ സിനിമയിൽ വരുന്നതിന് പുള്ളിയൊക്കെ പരിചയപ്പെട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. ആ കഥ എന്നോട് പിന്നീട് പറഞ്ഞു. ഇല്ല, ആ കഥ നടക്കേണ്ട കഥയല്ല. ഇനി അത് വരാൻ പോകുന്നതായിരിക്കും, പറയാൻ പറ്റില്ല. അതിന്റെ കുറെ പഴയതായിരുന്നു. ആണോ? ആ പുതിയതായിട്ട് ഇറക്കാമോ നമുക്ക്? കഥാപാത്രമൊക്കെ എടുത്ത് നമുക്ക് പിടിക്കാം. അതാണ്. എത്ര കഥ എഴുതി? ഇനി എത്രയുണ്ട് പെൻഡിങ്? കഥകള് ഈ പറഞ്ഞ പോലെ കുറെ തോട്ടുകളും പരിപാടികളൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ സാഗരമാണ്. അത്രയില്ല, എന്നാലും ഈ ഓവർ തിങ്കിങ്ങിനിടയിലൂടെ കഥകളും ഇങ്ങനെ തോട്ടുകളും വരുന്നുണ്ട്. ഓവർ തിങ്കിങ് ഉണ്ടല്ലേ? അഞ്ജനൊക്കെ ഉണ്ടാവോ? അയ്യോ, ഇഷ്ടം പോലെ. ബേസിക്കലി ആർട്ടിസ്റ്റുകൾക്കൊക്കെ ഉള്ളതാണെന്ന് തോന്നുന്നു. നിങ്ങൾക്കില്ലല്ലോ. തിങ്കിങ് മാത്രം. ഓവർ കട്ട് ചെയ്തിട്ട് തിങ്കിങ് മാത്രം. നമുക്ക് ബിസി ആയോണ്ടാണ്, അത്രയും ബിസി അല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഓവറായിട്ട് പോയിക്കൊണ്ടിരിക്കും. ഞാൻ ബിസിയാണ്, തിങ്കിങ്ങിൽ ബിസി ആയതുകൊണ്ടാണ് ഓവറാണ്. മൊത്തം ഏകദേശം എത്ര ഇടിയുണ്ട് ഇതിൻ്റെ അകത്ത് സീക്വൻസ്? അത്യാവശ്യം നല്ലപോലെ അത് പറയാൻ നമുക്ക് ഒരു പാഠം പഠിച്ചു. ഇദ്ദേഹം ഇടിയോടിടി തന്നേക്കാന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് കുറയ്ക്കാൻ പറ്റില്ല. അതങ്ങനെ ഒരു മാസ് പരിവേഷത്തിലുള്ള ഇടിയല്ല, ഒരു ഇന്നസെന്റ് ഇടി അല്ല. ഇടിക്കാൻ വേണ്ടി ഒരു ഇടിയില്ല, അതാണ്. ഇടി കൊള്ളാതിരിക്കാൻ വേണ്ടിയുള്ള ഇടിയുള്ളൂ. ഡിഫൻസ്. അതായത് ഗതികെട്ടിട്ടിടിക്കുന്ന. വേണമെങ്കിൽ ഇതിനെ ഒരു സർവൈവൽ ത്രില്ലർ എന്ന് പറയാം. പിന്നെ കഥ അറിയണം? ഇല്ല, കഥ അറിയില്ല. കഥ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞുതരാം. ഒരിടത്ത് ജോസ് ഉണ്ടായിരുന്നു. ജോസിന്റെ പേര് ടർബോ ജോസ് എന്നായിരുന്നു, വിളിപ്പേര്. ജോസിന്റെ അമ്മയുണ്ട്,
ജോസിനൊരു ജീപ്പുണ്ട്. ഉണ്ട്. ഈ ജീപ്പിൽ വണ്ടംപേട്ടിലും കുട്ടിക്കാനത്തും ഇടുക്കി ജില്ലയിലെ മറ്റു ഭാഗങ്ങൾ, കോട്ടയം ഭാഗങ്ങളും ഇടുക്കി ജില്ലയിലെ മറ്റു ഭാഗങ്ങളുമൊക്കെ ടൂറിസ്റ്റുകളെ കൊണ്ട് അഭ്യാസ പ്രകടനം നടത്തുന്ന ആളാണ്. പക്ഷെ അതൊന്നും സിനിമയെ കാണിക്കുന്നില്ല, പറയുന്നുള്ളൂ. ഇതാ ജോസിനൊരു കുഴപ്പമുള്ളതെന്ന് വെച്ചാൽ എന്തിനും എടുത്തിയാടുന്ന ആളാണ്. അതാണ് ടർബോയുടെ സ്വഭാവം. ബാക്കി പറയണം. ഇത്രയും മതിയല്ലേ? പക്ഷെ ചെറുതായിട്ടൊന്നും അടിക്കും. ഒരു അടിക്കാനൊന്നും പോകില്ല, എത്തിക്കിട്ടാലടിക്കും, അത്രേ ഉള്ളൂ. അടി മേടിക്കും. പുള്ളി സഹായിക്കാൻ വേണ്ടി പോകും. അത് സ്വാഭാവികമായി അവിടെ ചില സമയങ്ങളിൽ വള്ളിയാവും, അലമ്പാവും. പിന്നെ അത് ഡിഫെൻഡ് ചെയ്യാൻ ഈ കൊച്ചിന്റെ കഥാപാത്രത്തോട് ജോസിന് ഒരു ബന്ധമില്ല, എങ്ങനെ ഒരു ഇടപാടുമില്ല, കറക്റ്റ് ഒരു കണക്ഷനും ഇല്ല. അത് പടം കണ്ടാലേ മനസ്സിലാവുള്ളൂ. എങ്ങനെ എന്റെ ക്യാരക്ടറിന്റെ പേര് ഇന്ദുലേഖയാണ്. ഇന്ദുലേഖയും ജോസും എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? ജോസ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു അമരക്ക മോര് ഒരു കെമിസ്ട്രിയും ഫിസിക്സും ഇല്ല. പക്ഷെ എങ്ങനെയോ നമ്മൾ വിചാരിക്കുന്ന ഒരു ബന്ധമില്ല ഇവർ തമ്മിൽ. ചേട്ടൻ, അനിയ, സുഹൃത്ത്, സഹോദരി, കാമുകി, ഭാര്യ, അങ്ങനെ ഒരു ബന്ധമില്ല. ഒരു ബന്ധമില്ലാത്ത ഒരു ബന്ധമില്ലാത്ത ഒരു അദൃശ്യമായ ബന്ധച്ചരട. ഇത് നിർമ്മിക്കണമെന്ന് എന്തുകൊണ്ടാണ് ആക്ച്വലി നമുക്കൊക്കെ ഫീൽ ചെയ്തത്? വാട്ട് ഇസ് ദ ഡിഫറൻസ്? അല്ല, നമുക്കൊരു ജോണർ സിനിമ കൂടെ, ഇങ്ങനെ ഒരു ജോണർ എടുക്കണം എന്ന്, അങ്ങനെ ഒരു തരം സിനിമ കൂടെ എടുക്കണം എന്നുണ്ടായിരുന്നു. പിന്നെ ഇത് നമ്മളെടുത്ത സിനിമകളിൽ ഏറ്റവും ചിലവേറിയ സിനിമയാണിത്. ടർബോ. അപ്പോൾ ഇത്രയാണെങ്കിൽ എന്തെങ്കിലും കുറച്ചൊക്കെ പോയിട്ടും കുറച്ച് കിട്ടിയിട്ടുണ്ട്. എല്ലാം കൂടെ ചുറ്റുകുട്ടി അതിനകത്ത് ഇട്ടിരിക്കുക, കുഴപ്പമാക്കി കളയരുത്. എല്ലാരും വന്നോളാട്ടാ. ഇതിന് മുടക്കിയത് വന്നാൽ നമുക്ക് അടുത്തതിന് ഇറങ്ങാം. പിന്നെ അല്ലാണ്ട് ഇനി വരണ്ടേ ഒരുപാട് ഇതമാതിരി. പുള്ളി മറ്റേ പകുതി വഴിയിൽ ഉപേക്ഷിക്കരുന്ന് പ്രേക്ഷകരോട് പറഞ്ഞു, ഉപേക്ഷിക്കില്ല എന്ന് പ്രേക്ഷകരും പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോ ഇവരെ ധൈര്യത്തിനാണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. കട്ടൊക്കെ കൂടെ നിൽക്കും അവര്. പിന്നെ 42 കൊല്ലമായി വിട്ടിട്ടില്ല, നീ വിടത്തില്ല. അല്ല, പല ജോണറുകളിലാണ് മമ്മൂട്ടി കമ്മിറ്റി ഞങ്ങൾ ചർച്ച ചെയ്തത്. പല ജോണറുകളിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ജോണർ പിടിച്ചിട്ടില്ല, അപ്പോൾ അത് അറ്റംപ്റ്റ് ചെയ്യുന്നു. അടുത്ത സിനിമ ഇതായിരിക്കില്ല, വേറെ ജോണറിൽ പോകുന്നു. ഡ്രൈവിംഗ് ഭയങ്കര ഇഷ്ടമാണല്ലേ? ഡ്രൈവിംഗ് എനിക്കിഷ്ടമാണ്. ഈ സിനിമയിലെ കുറച്ച് ഡ്രൈവിംഗ് ഒക്കെ നമ്മുടെ വകയുണ്ട്. ഈ വണ്ടി നമുക്കൊന്ന് ചതിച്ച്, എൻ്റെ കാലിലിരുന്നിട്ടുന്ന ഷൂ ചെരുപ്പ് ഇത്തിരി വീതി കൂടിയതാണ്. ഇപ്പൊ ബ്രേക്കും ആക്സിലേറ്ററും കൂടെ ഒന്നിച്ച് ചവിട്ടി. എവിടെ നിൽക്കാനാ? ബസ് വന്നിട്ട് നമ്മുടെ ബസ്സിന് ബ്ലോക്ക് ചെയ്യുന്നൊരു ഷോട്ടുണ്ട്. കുറച്ച് പേടിച്ചു പോയി. എനിക്ക് കുറച്ചൊരു ടെൻഷൻ ആയി, കാരണം നല്ല സ്പീഡിലാണ് വരുന്നത് വണ്ടി. അപ്പുറത്തൊരു മധുര പോലൊരു സ്ഥലമാണ് നിൽക്കുന്നത്. ഇത് ചവിട്ടുമ്പോൾ വണ്ടി കിട്ടുന്നില്ല എനിക്ക്, കാരണം വണ്ടി പോവുക, ആക്സിലേറ്ററാണ് കൊള്ളുന്നത്. പിന്നെ മാക്കി പിടിച്ച് വീതിയുള്ള ചെരുപ്പാണ്. വീതിയോടെ ചെരുപ്പിടുന്നവർ സൂക്ഷിക്കണം. പിന്നെ അല്ലാണ്ട് പക്ഷെ അങ്ങനെയാണെങ്കിൽ തന്നെ നമുക്ക് ചെറിയ ഡ്രിഫ്റ്റിംഗ് ഒക്കെ ഉണ്ട്. ചെറിയ പരിപാടികൾ, പക്ഷെ അങ്ങനെ വലിയ കാര്യം പല ഡിവിഡന്റ് ആയിട്ടല്ല. അഞ്ജന ഉണ്ടായിരുന്നു കൂടെ? ഉണ്ടായിരുന്നു. ഇന്ദുലേഖ ഉണ്ടായിരുന്നു. കറക്റ്റ് പേടിക്കേണ്ടതായിരുന്നു, പേടിച്ചു. അഭിനയിക്കേണ്ട ആവശ്യം വന്നില്ല. ബസ്സിൽ കയറാൻ പോകുന്നത്, ബസ്സിന് പട്ടം വെച്ചിട്ട് ബസ്സിൽ കയറ്റി വിടാനാണ്. ഇതിന്റെ അകത്ത് ഇപ്പൊ ഒരു പാവം കുട്ടിയുടെ ക്യാരക്ടറായിരിക്കും. പാവൊന്നുമില്ല, പാവ പരിപാടിയില്ല. അവിടെ ഇന്നസെന്റ് എന്ന് പറഞ്ഞു, ഇത് പാവല്ല, നേരെ ഓപ്പോസിറ്റാണ്. ജോസിന് ഫുൾ വരട്ടാ, സ്റ്റാൻഡുള്ള ക്യാരക്ടറാണ്. സ്റ്റാൻഡുള്ളതാണ്. ചെറിയ ജോസിന് അത്ര ഒരു ഈസി ആയിട്ട് കൊണ്ടുനടക്കാൻ ജോസിന് ചെറിയ പേടിയുണ്ട്. ജോസ് ഒരു ഫെമിലിയർ അല്ലാത്ത ഒരു സിറ്റുവേഷനിലൊക്കെ നിൽക്കുമ്പോൾ ഇന്ദുലേഖയാണ് ഒരു ആക്ഷൻ ചെയ്യുന്നുണ്ട്. ലീഡ് ചെയ്ത് ആക്ഷനൊന്നുമില്ല, ആക്ഷനൊക്കെ മമ്മൂക്ക മാത്രം. അല്ല, അഞ്ജനക്ക് ആക്ച്വലി അങ്ങനത്തെ എന്തെങ്കിലും എന്തൊക്കെ ക്യാരക്ടേഴ്സ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നത്? ഇപ്പൊ ഒരു പാവംകുട്ടി ഒരു ക്യാരക്ടർ വരുന്നു, ഒരു ഇടി ക്യാരക്ടർ വരുന്നു. ഇതിന്റെ അകത്ത് ഏതായിരിക്കും സെലക്ട് ചെയ്യാം? ഇടി ക്യാരക്ടറുള്ള പാവംകുട്ടി. എന്താണ് സ്റ്റോറി, എന്താണ് ക്യാരക്ടർ, അതനുസരിച്ചാണ്. സ്റ്റോറിയിൽ എന്താണ് എവിടെയാണെന്നുള്ളത് അനുസരിച്ച് ചെയ്യാം. എനിക്ക് എന്ത് ചെയ്യുന്നത് കുഴപ്പമൊന്നുമില്ല. നല്ല സ്റ്റോറി, നല്ല ക്യാരക്ടറാണ്, നല്ല സിനിമയായിരിക്കണം. അതെ, നല്ല സിനിമയുടെ ഭാഗമാകുക. നമുക്ക് ഇപ്പൊ ബ്രഹ്മയുഗമൊക്കെ കാണുമ്പോൾ ആ ഹോൾ മനേന്റെ അകത്തുനിന്ന് അല്ലാണ്ട് ആ ക്യാരക്ടർ പുറത്തിറങ്ങുന്നേ ഇല്ല. കംപ്ലീറ്റ്ലി ഷോർട്ട് ഇൻസൈഡ്. പുള്ളി പുറത്തേക്ക് ഇറങ്ങില്ല, പുറത്തേക്ക് വിടുന്നില്ല. അതെ, അങ്ങനെ ഒരു ക്യാരക്ടർ ആണല്ലോ. അപ്പം ബേസിക്കലി എല്ലാം ഇൻഡോർ ഷോട്ട്സ് ആണ്. അതല്ലാണ്ട് പിന്നെ പക്ഷെ നോക്കുമ്പോൾ കണ്ണൂർ സ്ക്വാഡ് ആണെങ്കിൽ കംപ്ലീറ്റ് ഓൾ ഓവർ ഇന്ത്യ ട്രാവൽ ചെയ്യുന്നുണ്ട്. അതെ, ഇപ്പൊ ഒരാളെ അന്വേഷിച്ച് പോകുന്നത് എവിടെ സ്ഥലം നോക്കേണ്ട കാര്യമില്ല. പോയി നേപ്പാൾ ബോർഡർ വരെ അവർ പോകുന്നു. ടെർബോ ഇവിടെ മുതൽ മദ്രാസ് വരെ പോകും. ഏകദേശം 75% മദ്രാശിയിലാണ്. നമുക്ക് ട്രാവലിംഗ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പിന്നെ എനിക്ക് ട്രാവൽ ഇഷ്ടമാണ്, വണ്ടി ഓടിക്കുന്നത് ഇഷ്ടമാണ്, യാത്രകൾ ഇഷ്ടമാണ്. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇപ്പം ഇങ്ങനെ ഒരു വേറൊരു പടം വരുന്ന ഒരു ടോട്ടലി ഇൻഡോർ ഒരു പടം, അല്ലെങ്കിൽ ഒരു ഔട്ട്ഡോർ, ഇതേമാതിരി കുറെ ട്രാവലിംഗ് ആണെന്നുണ്ടെങ്കിൽ ഏതായിരിക്കും സ്പെസിഫിക്കലി? ഞാനിത് രണ്ടും ചെയ്തല്ലോ. അതാ പറഞ്ഞേ. ഇനി അതൊരു വിഷയമല്ല. സിനിമയിൽ കഥയാണ്. കഥയ്ക്ക് വേണ്ടി നമുക്ക് എവിടെ പോകണമോ അവിടെ പോവുക. ഇന്ത്യ മുഴുവൻ ചുറ്റുന്ന സിനിമയാണെങ്കിൽ അങ്ങനെ എടുക്കുക. ഒരു സ്ഥലത്ത് അങ്ങനെ എല്ലാ സിനിമ. ഇപ്പോൾ കാതലൊക്കെ ഒരു വീടിനകത്ത് തന്നെയല്ലോ.
വീട് ചെറിയ നാട്ടിൻപുറമാണ്. നൻപകൽ നേരത്തെ മയക്കം എന്ന് പറയുന്നത് ശരിക്കും ഒരു ചെറിയ വില്ലേജിനകത്ത് നടക്കുന്നതാണ്. അതൊന്നും നമുക്ക് വിഷയമില്ല. അത് നമ്മളെടുത്ത് പഴനിയില്ല. അങ്ങനെയാണ് യാത്ര പോകണം. കഥയിൽ നമുക്ക് യാത്രയില്ലെന്നേ ഉള്ളൂ. കഥയിലും ഒരു യാത്രയുടെ ഇടയ്ക്ക് സംഭവിക്കുന്നതാണ് നൻപകലും. റോഷാക്ക് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ റോഷാക്ക് പോലത്തെ ഒരു കാട്ടിനകത്ത് നടക്കുന്നത്. കാട് പോലത്തെ അങ്ങനെ വളരെ അധികം ആൾക്കാരില്ലാത്ത അത്രത്തോളം റിമോട്ടായിട്ടുള്ളൊരു വില്ലേജ് നടക്കുന്ന കഥയിൽ. വില്ലേജിലാണ് എൻ്റെ കഥ, പ്രധാന കഥ. കഥയുടെ ആരംഭമൊക്കെ ദുബൈയിലാണെങ്കിലും. അപ്പോൾ കഥയുടെ പശ്ചാത്തലമാണ് നമുക്ക് നമ്മുടെ സൗകര്യങ്ങളല്ല പലപ്പോഴും നോക്കേണ്ടത്. വൈശാഖിന്റെ പോക്കിരി രാജ കഴിഞ്ഞിട്ടുള്ള അല്ലേ? എനിക്കൊന്ന് മിഥുനും വൈശാഖും പോക്കിരി രാജ കഴിഞ്ഞിട്ട് മധുര രാജ ചെയ്തു. അങ്ങനെ 2 രാജ കഴിഞ്ഞിട്ടാണ് ടർബോയിലേക്ക് എത്തുന്നത്. ജോസ് രാജ, ട്രിപ്പിൾ രാജ. ഇപ്പൊ ഈ ടർബോയുടെ പ്രത്യേകത യാത്രകൾ മാത്രമല്ല. ഇനി സമീപകാലത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ഫിസിക്കൽ എഫേർട്ട് എടുത്തിട്ടുള്ളത് ടർബോയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും. ധാരാളം പരിക്കുകൾ പറ്റിയെന്നൊക്കെ. പക്ഷെ മൂപ്പർ എല്ലാ ദിവസവും ജിമ്മിൽ പോകുന്ന ഒരാളല്ലേ? ഇത് കുറച്ചും കൂടെ പോയിട്ട് ആരെങ്കിലും ഇടിക്കാൻ പോകണം. ജിംനാസ്റ്റിക്സിന്റെ അവസ്ഥയിലേക്ക് പോയി. ജിമ്മിൽ പോയാൽ നമുക്കൊരു എന്താ പറയുക, ഒരു ലൈൻ ഓഫ് എക്സസൈസ് ഉണ്ട്. അത് എക്സസൈസാണ്, ഇത് എക്സസൈസ് അല്ല. പക്ഷെ എല്ലാ ദിവസവും പോകും. പിന്നെ പോകേണ്ട കാണുമ്പോ എന്നൊക്കെ എടുത്ത് കുഴപ്പം. ജിമ്മിൽ പോകുന്നതുകൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും. ജിമ്മിൽ പോയാലും പോയില്ലും ഒത്തിരി ആൾക്കാർ പോകാത്തവരില്ല. പക്ഷെ എനിക്ക് ജിമ്മ് എപ്പോഴും എല്ലാ ദിവസവും എനിക്ക് കൺസിസ്റ്റൻസി ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര അത്ഭുതമായി ഇവരെ കാര്യം. ഞാനൊരു 10-30 ദിവസം പോയില്ലേ നോമ്പ് കാരണം. രണ്ടും കൂടെ നടക്കത്തില്ല. അത് കഴിഞ്ഞപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ. 10-15 ദിവസമായിട്ടുള്ളൂ. പക്ഷെ അല്ലെങ്കിൽ എങ്ങനെയാ ശരിക്കും പറഞ്ഞ റൂട്ടീന്? വീട്ടിലുണ്ട് ചെറിയൊരു ജിം. വീട്ടിൽ ചെറിയ ജിം. നമുക്ക് സൗകര്യം. നിങ്ങളിപ്പം പനമ്പള്ളി തന്നെയാ താമസിക്കുന്നത്? അല്ല, വേറെ. നിങ്ങളെ കാണാനായിട്ട് ഞാൻ ഇടയ്ക്ക് മോർണിംഗ് വാക്കിന് ഇറങ്ങലുണ്ട്. ഇവരല്ലോട്ട് വരുന്നുണ്ട് എന്നൊരു ചെറിയ ഇത് ഹിറ്റ് കിട്ടുമ്പോൾ എല്ലാം ഇറങ്ങുമെന്ന് കണ്ട് കളയാന്ന് വെച്ചിട്ട്. ഞാനിപ്പോൾ പനമ്പള്ളിയിൽ നിന്ന് മാറിയിട്ട് ഒരു 4 കൊല്ലം. അതെ, ശരി. 2020 പോന്നതാണ്. പക്ഷെ ഇനിയിപ്പോൾ നടക്കാറിങ്ങിയാൽ കാണാൻ പറ്റില്ല. നിങ്ങൾ മറ്റേ ഹോം ജിമ്മിൽ മാത്രമേ ഉള്ളൂ? അല്ല, അതല്ല, അങ്ങനെ പോകില്ല. ഞാൻ സൈക്കിൾ ചവിട്ടുന്ന സൈക്കിൾ ഇപ്പം ചവിട്ടുന്നില്ല. നമുക്ക് ജയറാമേട്ടൻ കൂടെ ഒരു കാലത്ത് രാവിലെ 5 മണിക്ക് അല്ല, ജയറാം ഒരു 2 ദിവസമൊക്കെ വന്നുള്ളൂ. നമ്മൾ സ്ഥിരമായിട്ട് ഒത്തിരി അല്ല, പുള്ളി മദ്രാസിലല്ലേ. ശരിയാ, പുള്ളി വരുമ്പോഴൊക്കെ വരും. ഞങ്ങൾ വേറെ സെറ്റായിരുന്നു, ഞാനും ജോർജും മറ്റും 2 ആൾക്കാർ. ഇപ്പം ഏത് വഴിയാണ് നിങ്ങൾ സൈക്കിൾ ഓട്ടിക്കുന്നില്ല? നിർത്തി ജസ്റ്റ് ഒന്നൊരു ഇൻഫർമേഷൻ കൊടുക്കാം. ആളുകൾ വഴികിട്ട് പിടിക്കാൻ. അല്ല, അങ്ങനെ ആ ഫിസിക്കൽ ഫിറ്റ്നസ് കാത്തു സൂക്ഷിക്കുന്നതുകൊണ്ടാണ് ഇപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ പടം ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെയൊക്കെ പുള്ളി അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ട്. അല്ല, അത് ഭയങ്കര ഇൻസ്പിറേഷൻ ആട്ടോ. ഞാനൊക്കെ ആഗ്രഹിക്കാറുണ്ട് എല്ലാ ദിവസവും ഒന്ന് എക്സസൈസ് ചെയ്യണമെന്ന്. ചെയ്യാൻ തുടങ്ങും, പക്ഷെ നമുക്ക് കൺസിസ്റ്റൻസി എനിക്കില്ല ബേസിക്കലി. അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം ഇവരെ കാണുമ്പോൾ, പിക്ചേഴ്സൊക്കെ വരുമ്പോഴേ. പിന്നെ ഈവൻ ഫോട്ടോഗ്രാഫീനെ പറ്റിയിട്ട് കേട്ടിട്ടുണ്ട്. ഫോട്ടോഗ്രാഫിയിൽ ഈ ചുറ്റും നിൽക്കുന്നത് ഫോട്ടോഗ്രാഫിയൊക്കെ എനിക്ക് ഇഷ്ടം. ഫോട്ടോഗ്രാഫി ആർക്കായാലും ഇഷ്ടമാവുന്നത്. നമ്മളൊരു ഫോട്ടോ എടുത്ത് അത് കാണുക. അതുപോലെ നമ്മൾ സിനിമയിൽ അഭിനയിക്കുന്നത് ഏറ്റവും കൂടുതൽ നമുക്ക് സന്തോഷം തരുന്നത് എപ്പോഴാണ് അറിയുമോ? നമ്മളെ സ്ക്രീൻ കാണുമ്പോഴാണ്, അല്ലേ? നമ്മുടെ പാട്ട് നമ്മൾ പാടി കേൾക്കുമ്പോഴല്ലേ ഇഷ്ടം. പാട്ട് റെക്കോർഡ് ചെയ്ത് അത് കേൾക്കുമ്പോഴല്ലേ നമുക്ക് സന്തോഷം. റെക്കോർഡിൽ കൊള്ളാമല്ലോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ മറ്റുള്ളവരെ കാണിക്കുകയുള്ളൂ. അപ്പോൾ പ്രാഥമികമായ സന്തോഷം നമ്മളാണ് അത് അനുഭവിക്കുന്നത്. സിനിമയിലെ എല്ലാ കാര്യവും ഏത് നമ്മൾ കലാപ്രവർത്തനം നടത്തിയാലും ഒരു പടം വരച്ചിട്ടാണെങ്കിൽ നമ്മൾ എത്ര ആംഗിളിൽ നിന്ന് നോക്കും, അങ്ങനെ നോക്കി നമ്മൾ ആസ്വദിക്കില്ലേ? എന്നിട്ടേ നാട്ടുകാരെ കാണിക്കും. അത് അഭിനയമായാലും ശരി, പാട്ടായാലും ശരി, ഡാൻസായാലും നമുക്ക് കാണാവുന്ന കാഴ്ചകളാണെങ്കിൽ നമ്മളായിരിക്കും ആദ്യം ആസ്വദിക്കുന്നത്. നമ്മളിതിനെ കണ്ണാടി മുമ്പിൽ പോയി കുറേ നേരം നിൽക്കുന്നത് നമ്മളെ കാണാനാ, വേറെ കാണാനാ. നമ്മളാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ഒരു സ്റ്റേറ്റ്മെന്റ് ആണല്ലേ, നമ്മളെ തന്നെയാണ് ആദ്യം ഏറ്റവും കൂടുതൽ ഇഷ്ടം. നമുക്ക് നമ്മളോളം ഇഷ്ടമുള്ള വേറെ ആരുമില്ല. അതെ. വളരെയധികം ഈ പറയുന്ന എല്ലാ ഫിറ്റ്നസ്സും ഉപയോഗിച്ചുകൊണ്ട് പുള്ളി കുറച്ച് അഭ്യാസങ്ങൾ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. അന്ന് പരിക്ക് പറ്റിയ കാര്യങ്ങളൊക്കെ കണ്ണൂർ സ്ക്വാഡിലൊക്കെ നിങ്ങളുടെ ട്രെമൻഡസ് ആയിട്ടൊരു സ്ക്രിപ്റ്റ് ഉണ്ട്. അല്ല, ഇതിനകത്ത് പറയാനാണെങ്കിലും സംവിധായകൻ നമ്മുടെ ഈ ആക്ഷൻ സിനിമകളുടെയും ഇതുപോലുള്ള ജോണറുകളിലും വളരെ വിദഗ്ധനായ സംവിധായകനാണ്. എഴുത്തുകാരൻ ഡോക്ടർ മാനുവൽ തോമസ്. 3 ആൾക്കാരാണ്, ഒരാളൊറ്റക്കല്ല, ബാക്കി 2 പേരും വന്നിട്ടില്ല. ക്യാമറമാൻ വിഷ്ണു ശർമ്മ, ക്രിസ്റ്റോ സേവിയർ, പ്രമേയത്തിൽ സ്റ്റാർ, പിന്നെ എഡിറ്റർ ഷമീർ മുഹമ്മദ് പുള്ളികളാണ്. അപ്പോൾ എല്ലാ വൻ തോക്കുകളും നിരത്തിയിട്ടാണ് നമ്മുടെ യുദ്ധം ആരംഭിച്ചിരിക്കുന്നത്. വൻ കൈകളാണ്. ഷാജി നടുവിൽ സ്റ്റണ്ട്, ഫീനിക്സ് പ്രഭു. സിനിമ തുടങ്ങുന്ന അന്ന് മുതൽ ക്യാമറയും പുള്ളിയും കൂടെ ഒന്നിച്ചു വന്നല്ലോ, സ്റ്റണ്ട് മാസ്റ്റർ. 2 പേരും കൂടെ ഒന്നിച്ചാണ് ബാക്കപ്പ് ആയിപ്പ്. അത്രത്തോളം കോപ്പറേറ്റ് ചെയ്ത ആളാണ്. സിനിമയിൽ സീനുകൾക്ക് ഒരു 30% ടൈം എടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കി 70% ഇതിന് ആക്ഷൻ സീക്വൻസിൻ്റെ സമയമാണ്. 120 ദിവസം നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 120 ദിവസം അതിൽ കൂടുതൽ സമയം, ഇത്രയും സമയം ആക്ഷനാണ്. ആക്ഷൻ, ചേസ്, അങ്ങനത്തെ ആക്ഷൻ, ത്രിൽസ്.
എന്തായാലും മലയാളികൾ എല്ലാവരും കൂടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പടം തന്നെയാണ് ഇത്. വെയിറ്റ് ചെയ്തിരിക്കുന്നതിന് നമ്മുടെ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. എന്തെങ്കിലും തട്ടുകേട് വന്നാൽ കാത്തോളണം. കാത്തോളം നിങ്ങൾ എന്തായാലും കാത്തോളം. എല്ലാ ക്രൂ മെമ്പേഴ്സും എവ്രി വൺ എല്ലാവരും രാത്രിയും പകലും ഒരു ഒഴിവില്ലാതെ ഉണ്ട്. നമ്മുടെ ഇതിനകത്തൊരു ചേസ് ഫുൾ നൈറ്റാ. ചേസ് ഒന്നും നമുക്ക് ക്യാമറ സ്റ്റുഡിയോയുടെ അകത്ത് എടുക്കാൻ നോക്കില്ല, വെളിയിൽ പോയി എടുത്തേ പറ്റുള്ളൂ. അത്രത്തോളം വണ്ടിയും കാറും ബസ്സും ഒക്കെ. പിന്നെ പറഞ്ഞ പോലെ ഡെയിലി നല്ല ചിലവുമാണേ. സ്വന്തം പ്രൊഡക്ഷൻ ആയതുകൊണ്ട് നമുക്ക് കിട്ടുന്നതൊക്കെ നമ്മൾ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. നമുക്ക് പിന്നെ നമ്മുടെ കൂടെ എന്തോരം ആർട്ടിസ്റ്റ് ഉണ്ടെന്ന് അറിയപ്പെടുന്നത്. നമ്മൾ എണ്ണിയാൽ തീരാൻ 100 തികച്ചിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. അത്രത്തോളം പേരുണ്ട്. ബിന്ദു പണിക്കര്, ദിലീഷ് പോത്തൻ, റിലീസ് പടത്തിലുണ്ട്. അബു സലീം, ശബരീഷ് ഈസ് ഡൂയിങ് എ വെരി ഇമ്പോർട്ടന്റ് റോൾ. ശബരീഷ് വളരെ പ്രധാനപ്പെട്ട ശബരീഷ് എഴുതും ചെയ്യില്ലേ? പാട്ട് എഴുതും. പെൺകുട്ടികളുണ്ടെന്ന് പറയാം. നിരഞ്ജന, ആമിന, പ്രശാന്ത് ഫിലിപ്പുണ്ട്. പ്രശാന്ത് ഫിലിപ്പ് അല്ല, അലക്സാണ്ടർ, എബിനുണ്ട് രോമാഞ്ചത്തിലെ. റൈറ്ററും ഉണ്ടല്ലോ നമ്മുടെ കാതലിന്റെ റൈറ്റർ അല്ല, അവൻ ആക്ടറും കൂടിയാണ്. മിമിക്രിയാ. രാഹുൽ അവനുണ്ട്. അതൊക്കെ നമ്മുടെ നാട്ടിലെ സെറ്റാ. ഇനി ഞാൻ ഒരു മണ്ടൻ ചോദ്യം ചോദിക്കട്ടെ. നല്ല നല്ല ചോദ്യങ്ങൾ ചോദിക്കുന്നു വിചാരിച്ചിട്ടാണ് നിങ്ങളെ വിളിച്ചത് ഞങ്ങൾ. ആണല്ലേ? പിന്നെ പിന്നെ മണ്ടൻ ചോദ്യങ്ങൾ ഇതുവരെ ചോദിച്ചിട്ടില്ല. എന്നാ ഒരു മണ്ടൻ ചോദ്യം പിടിച്ചോ. അതായത് ഇപ്പൊ ഒരു ഡോക്ടർ അയാൾക്ക് രോഗം വന്നാൽ സ്വന്തമായിട്ട് പ്രിസ്ക്രിപ്ഷൻ എഴുതിയാൽ സ്വന്തമായിട്ട് അയാൾ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. മമ്മൂട്ടി കമ്പനിയിൽ നിങ്ങൾ ഈ പടം എടുക്കുന്നത്, അപ്പൊ നിങ്ങൾ അതിൻ്റെ അകത്ത് അഭിനയിക്കുന്നതിന് അതിൻ്റെ അകത്ത് പൈസ എടുക്കുന്നുണ്ടോ അല്ല ഇല്ലയോ? സാലറി ക്രൈറ്റീരിയ എങ്ങനെയാണ്? വെറുതെ പൈസ തരാതിരിക്കാൻ പറ്റില്ല. എന്താ അങ്ങനെ? അങ്ങനെയാണ് കണക്ക്. നമ്മൾ റെമ്യൂണറേഷൻ വാങ്ങിക്കണം. എൻ്റെ കമ്പനി ആണെങ്കിലും എനിക്ക് ജോലി ചെയ്യണമെങ്കിലും ശമ്പളം വാങ്ങിക്കണം. അതിന് ഞാൻ ടാക്സും കൊടുക്കണം. നമ്മൾ എത്രത്തോളം കുറച്ച് വാങ്ങിക്കുന്നതും അവർ ചോദിക്കും ഇത്രയും കുറച്ച് കൊടുക്കണം സ്വന്തം കമ്പനിക്ക്. ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എൻ്റെ പേരിൽ ശമ്പളം എഴുതിയെടുത്തേ പറ്റൂ. പിന്നെ ഞങ്ങള് പുള്ളി ബജറ്റ് കൂടി പ്രൊഡ്യൂസറും കൂടിയാണല്ലോ. ബജറ്റ് എവിടെ പോയി നിൽക്കും? നഷ്ടം വന്നാൽ നമുക്ക് തരാനുള്ള കാശ് നഷ്ടമോ? അല്ല, ബജറ്റ് എവിടെ പോയി നിൽക്കുന്ന ബഹളം ഉണ്ടാക്കും. നമ്മൾ ചോദിക്കും ഒരു റെമ്യൂണറേഷനിൽ കുറച്ച് ഡിസ്കൗണ്ട് മമ്മൂട്ടി കമ്പനിക്ക് കൊടുക്കുക. അല്ല, അത് പിന്നെ നമ്മൾ പിന്നെ അതേ ചോദ്യങ്ങളുണ്ടാവും. അതെ, നല്ലൊരു മണ്ടൻ ചോദ്യം അല്ലായിരുന്നു. മണ്ടൻ ചോദ്യമല്ല, വാലിഡ് ചോദ്യം. അതായത് റെമ്യൂണറേഷൻ്റെ കാര്യം പറയുമ്പോഴേ മമ്മൂട്ടി എന്ന നായക നടനും മമ്മൂട്ടി എന്ന നിർമ്മാതാവും കൂടെ തമ്മിൽ തർക്കിക്കും. പിന്നെ കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് ഒക്കെ വരുമല്ലോ. പറ്റില്ല. മമ്മൂട്ടി എന്ന നടൻ 40 വർഷത്തെ എക്സ്പീരിയൻസിന് നിർമ്മാതാവ് പുതിയതാ. നിർമ്മാതാവ് പുതിയതാണല്ലോ. ലാസ്റ്റ് നടൻ മമ്മൂട്ടി നിർമ്മാതാവിനെ പറ്റിക്കും. ലാസ്റ്റ് വിചാരിച്ചതൊക്കെ ഷൂട്ട് ചെയ്യും. നിർമ്മാതാവ് വേണ്ട വെട്ടി കുറയ്ക്കാൻ പറയും, പക്ഷെ നടനെ പറ്റിക്കും. ഫ്രെയിമിനെ പറ്റി നടൻ ആലോചിക്കുമല്ലോ. നടൻ നിർമ്മാതാവിനെ കൺവിൻസ്. അതെ. മാൻഡേറ്ററി ചോദ്യം ചോദിക്കാം. ടർബോയിൽ നിന്ന് പ്രേക്ഷകർക്ക് എന്ത് പ്രതീക്ഷിക്കാം? ഇത്രയും സമയമായിട്ട് അഞ്ജന മിണ്ടാണ്ടിരിക്കുകയായിരുന്നു. ജസ്റ്റ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി പറയുന്നുള്ളൂ. അഞ്ജന സംസാരിക്കട്ടെ. ടർബോയിൽ നിന്ന് ഇപ്പം മാസ് നമ്മൾ ഒഴിവാക്കിയ സ്ഥിതിക്ക് യൂണിവേഴ്സൽ എന്റർടൈനർ. ഞാനും ആ ഒരു എന്റർടൈനർ എന്നുള്ള വാക്കാണ് പിടിക്കാൻ ഉദ്ദേശിക്കുന്നത്. സാറ് വേറെ എന്തെങ്കിലും പിടിച്ചു, ഞാൻ എന്റർടൈനറെ പിടിച്ചു. എല്ലാ നമ്മൾ ഇത്തിരി ഹ്യൂമർ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്. കോമഡി അല്ല കേട്ടോ, ഹ്യൂമർ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്. സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള ഒരു വിഷയം എടുത്തിട്ടുണ്ട്. ത്രില്ലിംഗ് ആയിട്ടുള്ള കുറച്ച് എലമെൻസ് ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ആക്ഷൻ സീക്വൻസുകൾ, സെറ്റ് പീസുകൾ തന്നെ നല്ല രസമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നന്നായി കഷ്ടപ്പെട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഒരു കുടുംബ സദസ്സിന് ആപ്റ്റ് മറ്റൊരു പടം, എല്ലാവർക്കും കാണാവുന്നത്. അല്ല, ഇതിനകത്ത് ഒന്നും ചേർക്കാൻ വേണ്ടി ചേർത്തിട്ടില്ല. ഇങ്ങനൊരു കഥ വന്നാൽ എന്തൊക്കെ സംഭവിക്കാമോ അതേ കാര്യങ്ങളേ ഉള്ളൂ. ആ കഥയുടെ പോക്കനുസരിച്ചുള്ള കുടുംബബന്ധങ്ങൾ, വികാരവിക്ഷോഭങ്ങൾ, അതിന് പറ്റിയ എന്താ പറയുക ഫലിതങ്ങൾ, തമാശകൾ, ചെറിയ തമാശകൾ, സൗഹൃദ ബന്ധങ്ങൾ, ഇമോഷൻസ്, അതിനുള്ള വൈരാഗ്യം, പ്രതികാരമല്ലെങ്കിലും ഇത്തരത്തിലുള്ള വലിയ ചുഴിപ്പെട്ടു പോയിട്ടുള്ള രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ, രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ, കായികവും ബുദ്ധിപൂർവമായിട്ടുള്ള ഒരുപാട് ശ്രമങ്ങൾ നമ്മൾ നടത്തുമല്ലോ. സ്വാഭാവികമായി ഒരു മനുഷ്യൻ ചെയ്യാവുന്നത് ആണ് സിനിമയുടെ ബലം. ആ ബലം എന്ന് പറയുന്നത് കഥാനായകൻ ഇത്തിരി ബലം കൂടിയ ഒരാളാണ് നമ്മൾ കാണിച്ചാൽ ചില അവസ്ഥകളിൽ, ചില അവസരങ്ങളിൽ, ചില പരിതസ്ഥിതികളിലൊക്കെ നമ്മളിൽ നമുക്കൊരു ശക്തി എവിടുന്നോ വന്നു ചേരും. അതുപോലെയാണ് ശരിക്കും പറഞ്ഞാൽ ജോസിനൊരു ശക്തി ഉണ്ടാവും. അതിന് വേണമെങ്കിൽ നമുക്ക് ടർബോ എന്ന് വിളിക്കാം. അപ്പൊ നമ്മൾ ടർബോ കാണാൻ വേണ്ടിയിട്ട് ഞാൻ അടക്കമുള്ള എല്ലാ പ്രേക്ഷകരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യു വെരി വെരി എക്സൈറ്റഡ് ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ്. ഏതായാലും
നമ്മൾ ഇത്രയും നേരം ഇത് കണ്ടുകൊണ്ടിരുന്ന ആൾക്കാർക്ക് ഞങ്ങൾക്കൊക്കെ സൈനോര പാട്ടുകാരിയാണെന്നറിയാം. ഒരു അരപ്പാട്ട്, അതെ, മുഴുവൻ ഞാൻ നിങ്ങളെ പാട്ടെന്നെ പാടും. ഒരു ഗിത്താർ കൊണ്ടുവന്നിട്ടുണ്ട്. ഉറപ്പായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അത് എവിടെ മറക്കൂല ഞാനത്. ഒരു അരപ്പാട്ട് നിങ്ങൾ പാടപ്പാ. അരപ്പാട്ട് പാടാം. നിങ്ങൾക്ക് ഡെഡിക്കേഷനാ? ഉറക്കെ പറയും, കേട്ടില്ലത്. നിങ്ങൾക്ക് ഡെഡിക്കേറ്റഡ്. സർഗ സൗന്ദര്യമേ നീ സത്യ സംഗീതമേ നിന്റെ സങ്കീർത്തനം സങ്കീർത്തനം ഓരോ ഇടങ്ങളും പാടുവാൻ നീ തീർത്ഥമീണ ഞാൻ നീ സർഗ സൗന്ദര്യമേ നീ സത്യ സംഗീതമേ. അടിപൊളി. താങ്ക് യു സോ മച്ച്. അയ്യോടാ, താങ്ക് യു.